ഹലോ ഗൈസ്, എല്ലാം ചേർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പിന്നെ വന്നിട്ടുണ്ട് മൈൻക്രാഫ്റ്റ് ഹഡ്കോർ എപ്പിസോഡ് 2. കഴിഞ്ഞ വീഡിയോ നമ്മൾ താഴോട്ടൊക്കെ പോയി കുറച്ച് റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തായിരുന്നു. ഇത്തവണ നമുക്ക് ഒരു വീട് പണിയണം. അതിന് നമുക്ക് കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. അതിന് നേരെ താഴോട്ട് തന്നെ നമുക്ക് ആദ്യം പോയേക്കാം. ഒരു സ്റ്റാക്ക് വുഡിൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നേ. മതിയായിരിക്കും അത്. ഞാൻ മിക്കവാറും ഇപ്പം ചാകും. എൻ്റെ പുറകെ തേനീച്ചുണ്ട്. ഞാൻ എൻ്റെ കൂട് പൊട്ടിച്ച് ഇതുകൊണ്ട് വരുന്ന വെള്ളത്തിൽ കിടന്ന് അടിക്കുമോ? അത് ഇല്ലല്ലേ? രക്ഷപ്പെട്ടു പക്ഷേ അടിക്കൂടാ. ഇപ്പം ചത്തേനെ. എൻ്റെ പൊന്നെ, ഞാനൊരു 3 സ്റ്റാക്ക് ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വെച്ച് നമുക്ക് പോകാം. ഞാൻ ഇങ്ങോട്ടാണ് പിന്നെ താഴോട്ടാണോ മണ്ടയിലോട്ടാണോ ഞാൻ പോകുന്നത്? താഴോട്ടാണ് വന്നേ. ചത്ത്. ഹലോ ഗൈസ്, നിങ്ങൾ ഏപ്രിൽ ഫുൾ ആയേ. പക്ഷെ മെയ്യായി, അത് വേറെ കാര്യം. നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ ഒരു പ്രാങ്ക് ആയിരുന്നു. നിങ്ങൾ എല്ലാം പറ്റിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ശരിക്കും അതിൻ്റെ അകത്ത് ചത്തു. അതാണ് ഞാൻ ആ സീഡിട്ട് പിന്നെ ഒന്നും കൂടെ വെൽഡ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തൊട്ട് നമുക്ക് തുടങ്ങിയേക്കാം. ഇത്തവണ ലാസ്റ്റാണ്. ഞാൻ ഇനി ചത്ത് കഴിഞ്ഞാൽ തുടങ്ങത്തില്ല. ചത്തു അത്രേ ഉള്ളൂ. ഇനി വേറെ നമ്മൾ വെൽഡ് ഉണ്ടാക്കത്തില്ല. ഇത്തവണ ഞാൻ നമ്മുടെ ബെയർബോൺ ടെക്സ്റ്റർ പാക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മൈൻക്രാഫ്റ്റ് ട്രെയിലർ വീഡിയോയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, ആ ഷെയ്ഡർ കാണാൻ കുഴപ്പമില്ലല്ലേ? നല്ല രസമുണ്ട്. ഇനി നമ്മൾ ഈ സീരീസ് മൊത്തം ഈ ടെക്സ്റ്റർ പാക്ക് ഇട്ടുകൊണ്ടായിരിക്കും കളിക്കുന്നത്. ഏതായാലും വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം. ഏതായാലും ഇന്ന് നമുക്ക് വീട് വെക്കണം. അതിന് താഴോട്ട് ഒറ്റ ചാട്ടം ചാടിയേക്കാം. സ്പീഡ് പോരല്ലേ? ചാടിക്കോ. നേരത്തെ ആയിപ്പോയി ചാടിയത്. വെള്ളം അരിക്കണേ. വെള്ളം ആക്കി, രക്ഷപ്പെട്ട്. ഇനി നമുക്ക് ഒരു സ്റ്റാക്ക് വുഡ് കളക്ട് ചെയ്തേക്കാം. ഒരു സ്റ്റാക്ക് മതിയായിരിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഈ വേൾഡ് ചെയ്യാനുണ്ട്. നമ്മൾ താമസിക്കുന്നതിനൊരു ഐലൻഡ് പോലത്തെ സ്ഥലത്താണല്ലോ. അതിന് ചുറ്റും ഇങ്ങനെ ഐലൻഡ് പോലെ വേറെയും പണിതിട്ട് അതിൻ്റെ മുന്നേ നമുക്ക് കുറേ ബിൽഡൊക്കെ ചെയ്ത് വെക്കാം. ഈ നെതർ പോർട്ടലൊക്കെ. ഒരു ബെഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ട്. ഇനി നമുക്കിതെല്ലാം എടുത്തിട്ട് മണ്ടേ കുറച്ച് പംകിനുണ്ട്, അതും കൂടെ എടുത്തിട്ട് നമുക്ക് വില്ലേജിലോട്ട് പോവാം. അയൺ കോൾ ഇവിടെയുണ്ട്. അവൻ നമുക്ക് അയൺ തന്നിട്ട് പോയി, നല്ല മനുഷ്യൻ. നമുക്ക് കുറച്ച് മീനെ പിടിച്ചേക്കാം. കാരണം പൂച്ചയുണ്ടല്ലോ ഇവിടെ. നമുക്ക് പൂച്ചേനെ ടീം ചെയ്യാൻ നോക്കാം. ടീമാണ്. ടീം വേറെ അല്ലേ? ടീമാണ്. ഞാൻ ഈ പൂച്ചയുടെ പുറകെ വന്നിട്ട് ഇപ്പോൾ 10-12 കിലോമീറ്റർ കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ കിട്ടുന്ന പോലുമില്ല. എന്നെ കാണുമ്പോഴത്തേക്ക് ഓടുപോയത്. അവസാനം 2 പൂച്ചയെ കിട്ടിയിട്ടുണ്ടേ. 3 മീനുണ്ട്. ടീമാകണേ. ടീമായി വട്ടേ ലക്ക്. ലക്ക് അന്നേരേ പോയി. അടിച്ചല്ലോ കേട്ടോ. ഞാൻ ആ ബോട്ട് പൊട്ടിക്കാൻ നോക്കിയതാ. അങ്ങനെ ആക്സും പോയി കിട്ടി. ഞാൻ രാവിലെ മീനെ പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയായി. എന്നിട്ട് 1 മീനെ കിട്ടിയുള്ളൂ. ടൈമായില്ല. പിന്നെ 2 മീനെ കിട്ടിയിട്ടുണ്ട്. ടൈമാകണേ മൊത്തേ. ഇതിന് ടൈമാകണേ. ടീമായി ഭാഗ്യം. എൻ്റെ പൊന്നടാവേ, ഈ മൈൻക്രാഫ്റ്റ് ഫോണിൽ കളിക്കുമ്പോൾ ഏറ്റവും പാടി ഈ മീനെ പിടിക്കുന്നത്. ഞാൻ ഈ മീനെ പിടിക്കാൻ വേണ്ടി എൻ്റെ 1-2 മണിക്കൂർ കളഞ്ഞു. ഇനി ഇവന്മാരെയും പൊക്കിക്കൊണ്ട് നമുക്ക് ഒരു 2-3 സ്റ്റാക്ക് ഡെർത്ത് എടുത്തിട്ട് പോവാം. ഞാൻ അങ്ങനെ ഡെർത്ത് എടുത്തിട്ടുണ്ട്. 3 സ്റ്റാക്ക് ഉണ്ട്. ഇത്തവണ തികയും. മണ്ട വരെ പോയില്ലെങ്കിൽ തെയ്യും നമ്മൾ. ഇത്തവണ പിന്നെ ആകാശം കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ ആകാശത്തിന് വേണ്ടി വേറൊരു ഷെയ്ഡർ കയറ്റിയിട്ടുണ്ട്. ഓടിക്കോടാ. എല്ലാമാരും ഉണ്ട് അവിടെ. പോയെന്ന് തോന്നി കേട്ടോ. പോയി ലൈറ്റൊക്കെ വെച്ചേക്കാം. ഞാൻ പറഞ്ഞു വന്നേ, ഞാൻ കുറേ വുഡ് പിന്നെയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ 1 സ്റ്റാക്ക് വുഡുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആകാശത്തിന് വേണ്ടി വേറെ ഷെയ്ഡർ പാക്ക് കയറ്റിയായിരുന്നു. കാണാൻ രസമില്ല. ഇപ്പം ഞാൻ മണ്ടേ വരെ എത്തി. ഇനി 1 സ്റ്റാക്കും കൂടെ വെച്ചാൽ മതി. ഇത് ഇഷ്ടം പോലെ ആയതുകൊണ്ട് അവിടെ നമുക്ക് അയണും കൂടെ എടുത്തിട്ട് പോവാം. മണ്ടയിലെത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ താഴെ ഭാഗ്യം വരുന്നുണ്ട് അത് തിരിച്ച്. ഞാൻ വിചാരിച്ച അതെല്ലാം താഴെ പോയി ചത്തത്. ഞാൻ പിന്നെയും പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 44 അയൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇനിയും താഴെ ഉണ്ട് കേട്ടോ. അയണ് ഇഷ്ടം പോലെ ഇനിയും താഴെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ആക്ഷൻ ആൻഡ് സ്റ്റെപ്പ് പോലത്തെ ഇച്ചിരി ടെക്സ്റ്റർ പാക്കില്ലേ, അത് കൂട്ടി ഞാൻ ഒരെണ്ണം കയറ്റിയിട്ടുണ്ട്.
കറക്റ്റ് അതുപോലെ നമ്മുടെ ഗെയിമിൽ കിട്ടുന്ന പോലത്തെ അല്ല, എന്നാലും വില്ലേജേഴ്സിനൊക്കെ ഇച്ചിരി മാറ്റമുണ്ട്. ഞാനത് അടുത്താണ് നിങ്ങൾ കാണിച്ചു തരാം. ഇനി നമുക്ക് വീട് പണിയണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വെള്ളം ഇവിടെ ഒഴിച്ചിട്ടൊരു കുളം പോലെ ആക്കി വെക്കാം. ഇതും കൂടി ഈ മൂലയിലോട്ട് ഒഴിച്ചേക്കാം. നമുക്ക് ഇപ്പം ഇൻഫിനിറ്റ് സോഴ്സായി കാണും. എന്തോ ഒരു കുഴപ്പമില്ലേ, എന്നെക്കാട്ടിൻ ചെറിയ സൈസ് വ്യത്യാസമുണ്ട് ഇതിന് ഇല്ലേ? ടെക്സ്ചർ പാക്കിൻ്റെ ഏതായാലും നമുക്കിപ്പം വീട് പണിയാം. നമ്മുടെ വീട് പണിയുന്ന കറക്റ്റ് ഇവിടെ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം. നമ്മുടെ വീട് വരാൻ പോകുന്ന ഇവിടെയാ. നിങ്ങളിപ്പോൾ ഒരു ഇടിമിന്നൽ കേട്ട് കാണും. ഇവിടെ മഴയാണ്. ഇനി ഇതിൻ്റെ മണ്ട നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കണം. ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ മണ്ടത്തെ ആ ഒരു നില എടുത്ത് കളഞ്ഞേക്കാം. അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയും മണ്ടയിൽ സ്റ്റെയർ വെക്കണം. അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ചെയ്യണം. അതിന് മുമ്പ് താഴെയും കൂടെ നമുക്ക് വെച്ചേക്കാം. ഇനി ഈ സൈഡ് നമുക്ക് അങ്ങനെ ചെയ്യണം. ഈ മണ്ടയ്ക്കാണ് ഏറ്റവും പാട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പൊളിച്ചു മാറ്റിയേക്കാം നമുക്ക്. ഞാൻ അങ്ങനെ അത്യാവശ്യം എല്ലാം പണിത് തീർത്തിട്ടുണ്ട്. പക്ഷേ ആ നടുക്കത്തെ ആ ഭാഗം ഒരു പെശക്. നമുക്ക് ഈ ഫെൻസ് ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ കാണാൻ രസമുണ്ട്. നമുക്ക് ബട്ടൺ ഉണ്ടാക്കിയിട്ട് ബട്ടൺ ഇവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇവിടെ കൊള്ളാല്ലേ, ബാക്ക് സൈഡ് നമുക്ക് മൂടണം. ഇവിടെ ഇങ്ങനെ 2 നിരയായിട്ട് നമുക്ക് വെക്കാം. ഈ പൂച്ചേനെ കൊണ്ട് ഇവന് നമുക്ക് പേര് കൊടുക്കണം കേട്ടോ. പക്ഷെ അതിനുള്ള നെയിം ടാഗ് കിട്ടിയിട്ടില്ല നമുക്ക്. തപ്പാൻ നമുക്ക് ഒരു 2 ലാൻറ്റേണും കൂടെ നമുക്കുണ്ടാക്കാം. ഒരു ബാവൽ ലാൻറ്റേൺ ഇവിടെ. സെറ്റപ്പ് വീട്. ഞാൻ കിടക്കാച്ചല്. ഈ ബാവൽ നമുക്കിനി അവിടെ വെക്കാൻ പറ്റത്തില്ല, ബട്ടൺ ഉള്ള കാരണം അവിടെ വെച്ചേക്കാം. നല്ല ഇടിമിന്നലാണ് ഇവിടെ. നമുക്ക് ഇങ്ങോട്ട് ഇച്ചിരി കുഴിക്കണം. നമ്മുടെ ബേസ് സത്യമായി പറഞ്ഞാൽ വരുന്ന ഈ താഴോട്ടാണ്. ഇവിടെ നിന്ന് ഇച്ചിരി ബ്ലോക്ക് എടുത്ത് മാറ്റിയേക്കാം നമുക്ക്. ഇപ്പോൾ ഒരു കിടക്കാച്ചി ലുക്കായില്ലേ? ഇന്ന ലുക്കാ. ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിമ്മിനി പോലെ മണ്ടേ പണിത് വെക്കാം. ഇവിടെ വെക്കാലേ. ഇതും കൂടെ വെച്ചാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി താഴെ പോയി നമുക്കൊന്ന് നോക്കാം. മഴ പെയ്യാൻ തുടങ്ങി. അത് ശരിക്കും കാണത്തില്ലല്ലോ നമുക്ക്. ചെയ്യും കൂടെ മുമ്പിലോട്ട് വെച്ച് നോക്കാം. മുമ്പിലോട്ട് വെക്കുന്ന പോരാ. പിന്നെ ഞാൻ മുമ്പിലത്തെ 2 ബ്ലോക്ക് എടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് 1 ബ്ലോക്ക് മാത്രമാക്കി. അത് കൊള്ളാല്ലേ. നമുക്കത് പുറകിലോട്ട് തന്നെ പണി. അതാ നല്ലത്. ചത്തേനെ എൻ്റെ പൊന്നടാവേ. നമ്മുടെ ബെഡ് ഇവിടെ വെക്കാം. കറക്റ്റ് സൈസാലേ. കിടന്നുറങ്ങിയേക്കാം. ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ ഇരിക്കട്ടെ. ഇടിമിന്നൽ എൻ്റെ പൊന്നടാവേ. ഇനി ഒരു ലാൻറ്റേൺ ഉണ്ടാക്കി നമുക്ക് ഇവിടെയും വെച്ചേക്കാം. ഇടി ഓക്കെ സെറ്റപ്പ്. എന്നാ ലുക്കല്ലേ നമ്മുടെ വീട്. വൻ ലുക്ക്. ഇപ്പം നമുക്ക് ആ ക്യാമ്പ് ഫയർ എടുത്ത് ഇച്ചയും കൂടെ പുറകിലോട്ട് മാറ്റണം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ. മിക്കവാറും ഞാൻ ഇടിമിന്നലടിച്ച് ഇവിടെ ഇരിക്കും.